നീണ്ട 500 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി 22-ന് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ദിവസം തന്നെ ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുത്തതിന്റെ കാരണവും ചർച്ചയാകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ജനുവരി 22-ന് തീരുമാനിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഇതിനു പിന്നിൽ വിശ്വാസപരമായ പല ഘടകങ്ങളുമുണ്ട്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി 22 എന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. അന്നേ ദിവസം രാവിലെ 8:47 വരെ യോഗബ്രഹ്മ സമയവുമാണ്. 8:47 ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും. കൂടാതെ ജ്യോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി 22 മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മ ദ്വാദശി കൂടിയാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മരൂപത്തിൽ അവതാരമെടുത്ത് അമൃത് കടഞ്ഞെടുക്കുന്ന പാലാഴി മഥനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ മധര പർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത്. ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണെന്നാണ് അഭിപ്രായം. അതേസമയം ജനുവരി 22-നെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി തിരഞ്ഞെടുക്കാൻ മറ്റ് പല കാരണങ്ങളും ഇതിനൊപ്പം പറയുന്നുണ്ട്. ഈ ദിവസത്തിന്റെ തുടക്കം 3 പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. സർവാർത്ഥസിദ്ധി, അമൃതസിദ്ധി, രവിയോഗം എന്നിവയാണ് ജനുവരി 22-ലെ 3 ശുഭയോഗങ്ങൾ. ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-ന് തീരുമാനിച്ചതെന്ന് വ്യക്തം. അതേസമയം ജനുവരി 22-ന് ഉച്ചയ്ക്ക് 12:29-നും 12:30-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡ് സമയത്താണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും. ഉദ്ഘാടന ശേഷം ജനുവരി 24-ന് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത ക്ഷേത്ര അധികാരികൾ കണക്കുകൂടുന്നുണ്ട്. അതിനാൽ തന്നെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് ഭക്തിസാന്ദ്രമായ അനുഭവം സമ്മാനിക്കാനുള്ള പദ്ധതികളും ക്ഷേത്ര ഭരണ സമിതി ഒരുക്കുന്നുണ്ട്. അതേസമയം അയോധ്യ രാംലല്ലയെ അഭിഷേകം ചെയ്യാൻ 155 രാജ്യങ്ങളിൽ നിന്നുള്ള പുണ്യജലമാണ് എത്തുന്നത്. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജന്മസ്ഥലമായ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പോലും രാംലല്ലയെ അഭിഷേകം ചെയ്യുന്നതിനായി വെള്ളമെത്തുന്നുണ്ട്. ചൈന, ലാവോസ്, ലാത്വിയ, മ്യാൻമർ, മംഗോളിയ, സൈബീരിയ, ദക്ഷിണ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഭക്തർ ഇത്തരത്തിൽ വെള്ളം അയച്ചിട്ടുണ്ട്. കൂടാതെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ഏവരും പൂജിക്കാനൊരുങ്ങുന്ന രാംലല്ല എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണാനാകുക പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മാത്രമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.